ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമുക്കതിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ എന്നത്തെയും പോലെ നമ്മൾ പ്രാർത്ഥിക്കാം. ഇരു കൈകളും ചേർത്ത് വയ്ക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ റീഡിങ്ങിലേക്ക് പോവാൻ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് വാൻഡ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. ദൂരേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ 3 വാൻഡ്സ് ഉണ്ട്. 3 വാൻഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വേദനയാണ് മീൻ ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഈ യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നോക്കി നിൽക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിലേക്കുള്ള റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഡയറക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കാണ് നോക്കുന്നതെങ്കിൽ, വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് സക്സസ് ആയി വരും എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ വേദന എന്റെ ആയിക്കൊണ്ട് നിങ്ങൾ നോക്കിക്കാണുന്ന ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ ആയിരിക്കുമെന്ന് ഈ കാർഡ് മീൻ ചെയ്യുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകുമ്പോൾ, നിങ്ങൾ പോകുന്ന ദിശ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ദിശയാകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ സന്തോഷിക്കും, അല്ലേ? അതാണ് ഈ വേൾഡ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീഷനെ മീൻ ചെയ്യാം, ഒരു സന്തോഷ നിമിഷത്തെ മീൻ ചെയ്യാം, ഹാപ്പിനെസ്സിനെ മീൻ ചെയ്യാം. നിങ്ങളിലേക്ക് പുരോഗതി വരുന്നു, അബഡൻ വരുന്നു എന്നും മീൻ ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സന്തോഷവാനോ സന്തോഷവതിയായി മാറുന്നു, അല്ലേ? അപ്പോൾ വേൾഡ് കണ്ട സന്തോഷം തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യമാകട്ടെ, ആ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുമെന്ന് തന്നെയാണ് സെക്കൻഡ് കാർഡ് മീൻ ചെയ്യുന്നത്. സന്തോഷ നിമിഷം നിങ്ങൾ എൻജോയ് ചെയ്യൂ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് നിങ്ങൾ കുറേ നാളായില്ലേ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ആ ഒരു പ്രാർത്ഥന ഫലം കാണുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം സക്സസിലേക്ക് എത്തുന്നു എന്നും ഈ കാർഡ് മീൻ ചെയ്യുന്നു. കാരണം അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് പെൻഡക്കിളാണ് കിട്ടിയിട്ടുള്ളത്. സന്തോഷത്തിന്റെ നിറവില്, സംതൃപ്തിയുടെ നിറവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. മാനിഫെസ്റ്റിംഗ് ന്യൂ എന്ന യൂണിവേഴ്സ് പറയുന്നു, നിങ്ങൾ ഏതു കാര്യത്തിനാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഗുഡ് ന്യൂസ് കൊണ്ടുവരുന്നു എന്ന് ഈ കാർഡ് മീൻ ചെയ്യാം. സ്കിൽ ആൻഡ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. നിങ്ങളിലുള്ള കഴിവിനെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക, അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ കഴിവ് യൂണിവേഴ്സ് കാണാതെ പോവില്ല, നിങ്ങളുടെ എഫേർട്ടിന്റെ യൂണിവേഴ്സ് കാണാതെ പോവില്ല. നിങ്ങളുടെ കരിയറിലാണ് നിങ്ങൾ പുരോഗതി ആഗ്രഹിക്കുന്നെങ്കിൽ, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ആ ഒരു കാര്യം സക്സസിൽ എത്തുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ന്യൂ ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൽ സക്സസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നു. അത്രമേൽ സക്സസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് കൂടുതലായിട്ടും ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അബൻഡൻ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 7 ഓഫ് പെൻഡക്കിളാണ്. നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണോ ആ കാര്യം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കണം, നിങ്ങളുടെ കരിയർ ആയിരിക്കണം, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊരു കാര്യമാകണം. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നത് റൈറ്റ് ഡയറക്ഷനിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള കാർഡ്സ് ആണ് ഈ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ പരിപാലിച്ചു പോകുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് പൂർണ്ണമായും സക്സസിനെ തന്നെയാണ് കൊണ്ടുവരിക. അതാണ് ഇവിടെ കാർഡ് കിട്ടിയിട്ടുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറേ പേര് ചെറിയ രീതിയിലുള്ള സമ്പാദ്യമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം. ആ ഒരു സമ്പാദ്യത്തെയും ഈ കാർഡ് മീൻ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം ചെറിയ രീതിയിലായിരിക്കാം, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. കുറച്ചു പേര് ചെറിയ രീതിയിലുള്ളൊരു സമ്പാദ്യമായിരിക്കാം, ബിസിനസ് ആയിരിക്കാം. അതെല്ലാം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിലുള്ള പുരോഗതിയാണ് കാണിക്കുന്നത്.
അബണ്ടന്റ് ആണ് കാണിക്കുന്നത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത്. ഇനി അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 10 ഓഫ് കപ്സ് ആണ്. ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പ്രണയത്തെ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. ഒരു കമ്മ്യൂണിറ്റിയെ മീൻ ചെയ്യാം, ഒരു സോൾമേറ്റ് കണക്ഷനെ മീൻ ചെയ്യാം, ലവിനെ മീൻ ചെയ്യാം, ഒരു ഹാർമണിയെ മീൻ ചെയ്യാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഫാമിലി മൊത്തമുള്ളൊരു ജീവിതമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം, ഇപ്പോഴത്തെ സാഹചര്യം മാറിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിതം വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആ ഒരു കാര്യം തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. എത്രയൊക്കെ നിങ്ങൾ വഴക്കിട്ട് പിരിഞ്ഞാലും, ഇപ്പോൾ ലെസ് കോണ്ടാക്ട് ആണെങ്കിലും അത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളെ വിട്ടിട്ട് അവർക്ക് പോകാനും അവരെ വിട്ടിട്ട് നിങ്ങൾക്ക് പോകാനും സാധിക്കില്ല. കാരണം സോൾമേറ്റ് കണക്ഷൻ ആണ്. അത്രമേൽ പ്രണയത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ കണ്ടോ, ഒരുമിച്ച് അത്രമേൽ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന വ്യക്തികളെയാണ് കാണിക്കുന്നത്. ഇമോഷനെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമൊത്തുള്ള ഒരു ഫ്യൂച്ചറിനെ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾക്കുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് എത്തുമ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കരിയർ നിങ്ങളിലേക്ക് എത്തുമ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതവും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ആ നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ടെമ്പറൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അവർ ചിന്തിക്കുകയാണ്, ഞാനെന്ന വ്യക്തി ഇന്ന് ഒരു മിഡിൽ പാത്തിലൂടെയാണ് പോകുന്നത്. എനിക്ക് എന്റെ കാര്യങ്ങള് കറക്റ്റായിട്ട് നടക്കുന്നില്ല. എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം ഈ വ്യക്തിയുടെ 2 വശങ്ങളിലായിട്ട് ഒരു സണ്ണിനെയും മൂണിനെയും കാണിക്കുന്നു. അവർക്ക് ശരിയായ ദിശ മനസ്സിലാകാത്തൊരവസ്ഥയിലൂടെ അവരിയ്ക്കുന്നു. അപ്പോൾ പേഷ്യൻസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. അവർക്കൊരു പർപ്പസ് ഉണ്ടെന്ന് പറയുന്നു. അവർ നല്ലപോലെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണമെന്ന്. അവർ ചെയ്ത എന്തോ ഒരു തെറ്റിനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് ശരിയായ ദിശയിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവറിലെ വ്യക്തി മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് അവരുടെ മൈൻഡിനെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവാം. ശരിയായ ദിശ നോക്കുന്നുണ്ടാവാം. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് നീതി തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അവരിപ്പോൾ തിരിച്ചറിയാണ്, അവരെന്ന വ്യക്തി ഇപ്പോൾ പൂർണ്ണനായിട്ടില്ല. നിങ്ങളിലേക്ക് മടങ്ങി വന്നാലാണ് അവർക്ക് എന്തു കാര്യം സാധിക്കുള്ളൂ. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അവര് ഒരു പർപ്പസുമായിട്ടാണ് ഇരിക്കുന്നത്. അവർക്കൊരു ഉദ്ദേശം ഉണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അത് നല്ലൊരു ഉദ്ദേശം തന്നെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിലുള്ള ജീവിതത്തെ തന്നെയാണ് അവർ മുന്നോട്ട് കാണുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് കറന്റ് ഫീലിംഗ് ആണ്, നിങ്ങളുടെ എനർജിയാണ്. 8 ഓഫ് പെന്റക്കിൾ ആണ് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സ് പറയാണ്, നിങ്ങൾ ഒരു കാര്യത്തിൽ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. ക്രാഫ്റ്റ് മാൻഷിപ്പ് എന്ന് പറയാം. നിങ്ങളെന്ന വ്യക്തി ചെയ്യുന്ന ഏത് കാര്യമായിക്കോട്ടെ, ആ ഒരു കാര്യത്തിൽ, ആ ഒരു വർക്കിൽ ഒത്തിരി സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു കാര്യം നിങ്ങളോട് യൂണിവേഴ്സ് അതുപോലെ തന്നെ ചെയ്യാൻ പറയാണ്. ഇപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യത്തിലാണ് വിഷമിച്ചിരിക്കുന്നതെങ്കിൽ ആ കാര്യം മറന്നേക്കൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കഴിവിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തുക. യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പഴയ കറേജിനെ വീണ്ടെടുക്കുക. നിങ്ങളെന്ന വ്യക്തി തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, നിങ്ങളുടെ കഴിവിലേക്ക് നോക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ നോക്കൂ. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് നോക്കൂ. ആ കഴിവിനെ പ്രോഗ്രസ്സിൽ എത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോൾ അബ്രോഡ് ജോബ് നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് നോക്കുന്നുണ്ടാവാം, ഒരു കരിയർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് മുന്നിലുള്ള എന്തൊരു തടസ്സമാണെങ്കിലും അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ തടസ്സങ്ങളെല്ലാം യൂണിവേഴ്സിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എനിക്ക് നടക്കും, എൻ്റെ ആഗ്രഹം നടക്കും. ഞാൻ എന്ന വ്യക്തി യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ്. എന്നെ കൊണ്ട് സാധിക്കുള്ളൂ. ഞാൻ തളർന്നിരിക്കേണ്ട ഒരു പേഴ്സൺ അല്ല. എനിക്ക് യൂണിവേഴ്സ് ഇത്രയും കാര്യങ്ങൾ സാധിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ അറിവുകൾ ഞാൻ എന്ന വ്യക്തിയിലേക്ക് എത്തിക്കാനായിട്ട് എന്തുകൊണ്ടും യൂണിവേഴ്സ് ചെയ്തു തരും. അതിന് അർഹനാണ് ഞാൻ എന്ന് വിശ്വസിക്കണം. നിങ്ങളിലേക്ക് വരുന്ന പുരോഗതി എന്തു തന്നെയും ആയിക്കോട്ടെ, അതിനെല്ലാം നിങ്ങൾ അർഹരാണ്. കാരണം യൂണിവേഴ്സാണ് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്. ഇന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു വേദനയായാലും അതെല്ലാം അവസാനിക്കും. അതിനൊരു അവസാനമുണ്ട്. നമ്മളായിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നമ്മളിലേക്ക് എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോൾ നമ്മൾ തളർന്നിരിക്കരുത്.
നമ്മൾ യൂണിവേഴ്സിന്റെ ഭാഗമാണ്. നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് അറിയണം, യൂണിവേഴ്സാണ് സത്യമെന്നറിയണം. ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം. മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ ആഗ്രഹത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകണമെങ്കിൽ രാവിലെ 3 മണി മുതലുള്ള പ്രാർത്ഥനയാണ്. അത് ഒരു ബ്രഹ്മ മുഹൂർത്തമാണ്. നമ്മളും യൂണിവേഴ്സും തമ്മിലുള്ള ഒരു പവർഫുൾ നിമിഷമാണ്. നമുക്ക് എന്തുകൊണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നിമിഷത്തെയാണ് ഓർക്കേണ്ടത്. ആ ഒരു നിമിഷത്തിലേറ്റ് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള 21 days ആണ് ഞാൻ പറയുന്നത്. ആ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം എത്തും. സക്സസിനെയാണ് കാണേണ്ടത് എന്ന് ഞാൻ പറയുന്നു. ഇവിടെ ഞാൻ വേറെ കാര്യമൊന്നും പറയുന്നില്ല. ഇതൊരു ഷോർട്ട് റീഡിംഗ് ആണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം നിംസ്.